ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റഡി വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സ്റ്റഡി വ്ളോഗ് അല്ല കേട്ടോ, മറിച്ച് ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ LDC റാങ്ക് ലിസ്റ്റൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ ജില്ലയിലും. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരാത്തവർ, നിരാശരായവർ എല്ലാവരും ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉഴപ്പ് കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നല്ല സങ്കടത്തിലൂടെ ആയിരിക്കുമല്ലേ കടന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കും കൂടിയുള്ള ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ PSC പഠനം തുടങ്ങിയത് മുതലേ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്പയറിങ് പിക്ചറാണ് ഇതെൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോഴാണ് കേട്ടോ വീണ്ടും വീണ്ടും പഠിക്കണമെന്ന് തോന്നുന്നത്. അത്രയ്ക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് ഇത്. PSC ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങിയത് മുതൽ ഓരോ പരീക്ഷയിലും ഓരോരോ പോയിൻ്റ് മാർക്കിലായാലും 3-4 മാർക്കിനുള്ളിലൊക്കെ ആയിരിക്കും എനിക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാർക്ക് കുറഞ്ഞു പോകുന്നത്, ലാസ്റ്റിലോട്ട് വരുന്നത്. ആ സമയത്തൊക്കെ പലപ്പോഴും ഈ പഠനം അങ്ങ് നിർത്തിപ്പോയാലോ എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു പിക്ചർ തരുന്ന ഒരു മോട്ടിവേഷൻ ഭയങ്കര വലുതാണ്. ആരും പറഞ്ഞു തരുന്ന മോട്ടിവേഷനെക്കാട്ടിൽ എനിക്ക് ആ ഒരു പിക്ചർ കാണുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരുപാട് മോട്ടിവേഷൻ കിട്ടാറുണ്ട്. നമ്മൾ എത്രത്തോളം അധ്വാനിച്ചിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഏകദേശമൊക്കെ ഒരു 50 മാർക്ക് അടുപ്പിച്ചൊക്കെ നമ്മൾ വാങ്ങുന്നത്. അതിന് കഴിഞ്ഞിട്ട് വാങ്ങുന്ന ഓരോരോ മാർക്കുമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ പകുതിക്ക് വെച്ചിട്ട് PSC പഠനം നിർത്തിപ്പോയാൽ അത് വേറെ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ എയിം ഒരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ 1-2 പരീക്ഷയിൽ തോറ്റു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടോ ഒരിക്കലും കളഞ്ഞിട്ട് പോകാൻ പാടില്ല. നമ്മൾ അത്രയും ദിവസം ഒരുപാട് എഫോർട്ട് എടുത്തിട്ടായിരിക്കും പഠിച്ചത്. 1-2 സബ്ജക്റ്റ് അല്ല, എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് ലേറ്റ് നൈറ്റ്സ് ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അറിയാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പഠിച്ച് അവസാനം വെച്ചിട്ട് ഒരു എക്സാം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠനം നിർത്തിപ്പോയാൽ അത് അതിൻ്റെ ഒരു കാര്യം നമ്മൾ ഇരുന്ന് ആലോചിച്ച് നോക്കിയാലല്ലേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ LDC റിസൾട്ട് വന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയ എല്ലാവരും ഈ ഒരു പിക്ചേഴ്സൊക്കെ എടുത്തു വെച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതവുമായി ഇതെങ്ങനെയൊക്കെ കണക്റ്റ് ആവുന്നു എന്ന്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ LDC റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഉൾപ്പെടാൻ പറ്റാത്തത് എന്ന തൻ്റെ തെറ്റ് കണ്ടുപിടിക്കുക. വേറെ ആരും പറഞ്ഞു തരില്ല, നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കുക. നമ്മൾ കാണിച്ച തെറ്റെന്തായിരുന്നു എന്ന് സ്വയം ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമുക്കതിനുള്ള ഉത്തരം കിട്ടും കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്കതിനുള്ള ഉത്തരം എനിക്കറിയാം എന്തുകൊണ്ടാണെന്ന്. ഞാൻ മറ്റുള്ളവരോട് കാണിച്ച വാശി അല്ല, എൻ്റെ വീട്ടുകാരോട് തന്നെ കാണിച്ച വാശി കാരണമാണ് കേട്ടോ എനിക്ക് സത്യത്തിൽ LDC കിട്ടാതെ പോയത്. വേറൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഫോഴ്സിൽ, അതായത് പോലീസിൽ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൽ, എക്സൈസ് ഓഫീസിൽ, ഇതിലെല്ലാം എനിക്ക് റാങ്ക് ലിസ്റ്റിൽ കിട്ടിയതാണ് കേട്ടോ. പക്ഷേ എന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല. ഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് മാത്രമേ എന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കലിന് വേണ്ടിയിട്ട് വീട്ടിൽ വെച്ച് നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഫിസിക്കലിന് വേണ്ടിയിട്ട് ഒരു സാറിൻ്റെ ഒരു കോച്ചിൻ്റെ കീഴിലോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. എന്നെ ഫോഴ്സിലേക്ക് വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരുന്നു. കാരണം ഹൈറ്റും കറക്റ്റ് വെയിറ്റ് എല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ വീട്ടുകാർ വിട്ടില്ല. അപ്പോൾ അവരോടുള്ള ദേഷ്യം കാരണം പിന്നീട് വരുന്ന 10th ലെവൽ എക്സാം ഒന്നും ഞാൻ ഫോക്കസ് ചെയ്ത് എഴുതിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വലിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഞാനിനി PSC പഠിക്കത്തില്ല, ഞാനിനി പഠിക്കാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരോട് ദേഷ്യം കാണിച്ച് ഞാൻ പഠിക്കാതെ നടന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എന്നെ PSCക്ക് കൊണ്ട് വിട്ടതും വീട്ടുകാരാണ് കേട്ടോ. എനിക്കതും ഇഷ്ടമില്ലാതെ ഞാൻ പോയതാണ്. ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്നെ ആദ്യമേ കൊണ്ടിരുത്തിയത് ഡിഗ്രി ബാച്ചിൻ്റെ ക്രാഷ് കോഴ്സിലായിരുന്നു. എന്നെ കൊണ്ടിരുത്തിയപ്പോഴേ എനിക്കൊന്നും അറിയത്തില്ല. ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടുകാരുടെ ഇഷ്ടവും. അവർക്ക് അങ്ങനെ ഒരു ജോബ് വാങ്ങുന്നതായിരുന്നു ഇഷ്ടം. അപ്പോൾ ആദ്യമേ ചെന്ന് ഡിഗ്രി ലെവൽ ബാച്ചിലിരുന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൂടെയുള്ളവരെല്ലാം നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. എനിക്ക് മാത്രം ഒന്നും അറിയില്ലായിരുന്നു. ആക്ച്വലി ഞാൻ പഠിച്ചു തുടങ്ങിയത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത് നിർത്തിയതിന് ശേഷം, സെൽഫ് സ്റ്റഡി തുടങ്ങിയതിന് ശേഷമാണ് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിയതും റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടതുമേ. പിന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം നിർത്താനും സെൽഫ് സ്റ്റഡിയിലൂടെ നല്ല രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുമൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്തത് വലിയൊരു കഥയാണ് കേട്ടോ. അതൊരു വലിയൊരു ഇൻസൾട്ടിങ് സ്റ്റോറിയാണ്. അതിനുശേഷമാണ് എനിക്ക് ജോലി വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടായത്.
ഞാൻ ഇക്കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടേയില്ല. ഒരു 3 ആഴ്ചയോ 4 ആഴ്ചയോ മാത്രമാണ് അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചത്. അത്രയും കൂടെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ 2 ആഴ്ച ഞാൻ ടെൻഷൻ കാരണം പഠിച്ചില്ല. അതിനുശേഷം 2 ആഴ്ച പഠിച്ചിട്ടുണ്ടായിരുന്നു ആത്മാർത്ഥമായിട്ട്. പിന്നെ ഞാൻ ആ LDC പരീക്ഷ നടന്ന സമയത്ത് വെറുതെ ഇരുന്നു എന്നല്ല കേട്ടോ പറയുന്നത്. ആ സമയത്ത് ഞാൻ ഡിഗ്രി ലെവൽ എക്സാമിന് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ LDC എക്സാം സിമ്പിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും ഉഴപ്പിയതും. പിന്നെ ചെന്ന് എഴുതിയാൽ എനിക്ക് കിട്ടും എന്ന ഓവർ കോൺഫിഡൻസ് കാരണം ചെന്ന് എഴുതി. പക്ഷേ എക്സാം എനിക്ക് ഈസി ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ചോദിച്ചപ്പോഴും എനിക്ക് ഈസി ആയിരുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എക്സാം കിട്ടുമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരില്ല. അപ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇവിടെ ആരെയും കുറ്റം പറയാൻ പാടില്ല. ഞാൻ തന്നെയാണ് തെറ്റുകാരി. ഞാൻ ആ എക്സാമിന് വേണ്ടി ഒട്ടും ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ റിസൾട്ട് വന്നപ്പോൾ മാത്രം ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നറിയാം. എന്തായാലും ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചെഴുതണമെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനി അതിന് എത്ര കാലതാമസം എടുത്താലും നമ്മളൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തായാലും നിറവേറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമ്മുടെ ഏജ് ലിമിറ്റ് എത്രയാണോ ഉള്ളത് അത്രയും കാലം നമ്മൾ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതിനുള്ള സാഹചര്യം എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കണം. അല്ലാതെ പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ജീവിതത്തിൽ. അപ്പോൾ LDC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പഠിത്തത്തിൽ ബ്രേക്ക് എടുത്തവരും ഇനി പഠിക്കില്ല എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരും എന്താണ് ആലോചിക്കേണ്ടത്? ഇനിയും നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അപ്പോൾ അതെങ്കിലും നമ്മൾ തല്ലിക്കെടുത്തരുത്.